വാപ്പച്ചി ഭയങ്കര സ്ട്രിക്റ്റ് ആടാ. ഒരു സിനിമയ്ക്ക് പോലും വിടത്തില്ല. ഇതൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലടാ. ഒരു സിനിമയ്ക്ക് പൊക്കോട്ടെന്ന് ചോദിച്ചാൽ പറയും പോയിരുന്നിട്ട് പഠിക്കണി അങ്ങോട്ട്. അതല്ല, എന്റെ കുടുംബത്തിൽ നിന്ന് കോളേജിൽ നിന്ന് പഠിക്കുന്ന ആകെയുള്ളൊരു വ്യക്തി ഞാനാ. നന്നായി. നിങ്ങൾ ബെസ്റ്റ് പാർട്ടീസ് ആട്ടാ. നിങ്ങളവിടെ കളിച്ചോണ്ടിരുന്നോ? അവന്മാരില്ലേ, ആ മമ്മു രവി പൊറിഞ്ചൊക്കെ, അവന്മാര് നിങ്ങൾക്കിട്ടൊരു പുതിയ പണി വെച്ചിട്ടുണ്ട്. പണി എന്താണെന്ന് നോട്ടീസ് ബോർഡ് പോയി നോക്കിയാ കാണാം. ആ നോട്ടീസ് ബോർഡ് ഈ കോളേജിലെ വിദ്യാർത്ഥിനികൾ ജീൻസ്, ലെഗിങ്സ് തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും പിന്മാറുക. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടുള്ള മറ്റു കോളേജിലെ യുവതികൾക്ക് മാതൃകയാകുക. ജീൻസ് വർജിക്കുക, സംസ്കാരം ഉയർത്തുക എന്ന് ബാക്ക് ബെഞ്ചേഴ്സ്. വേറെ പണിയില്ല, ആവശ്യത്തെ കാര്യത്തിൽ നടക്കുന്നത്. ഇവർക്കിട്ട് പണി കൊടുക്കണോ? ഇത് ശരിയാവത്തില്ല. ഇവിടെ നമ്മൾ എന്തിനാണോ നമ്മൾ തീരുമാനിക്കും. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നാളെ മാത്രം പോയി അങ്ങ് പറഞ്ഞാൽ മതിയാ മാറ്റണോന്ന്. നമ്മൾ മാത്രമല്ല, ബാക്കിയുള്ള പിള്ളേരും വിളിച്ചോണ്ട് പോകണം. അതിന് എന്റെ ഒക്കെ നോക്കോ. ഇപ്പൊ ഞാൻ പഞ്ചറാക്കി തരാം. നോട്ടീസ് പ്രിൻസിപ്പൽ പോയി കണ്ടാലോ? വേണ്ട, നമുക്ക് അതിന് മുമ്പ് വടക്കന്തല സാറിനെ പോയി കാണാം. സാറിന്റെ ഒരു പ്രസംഗം ഇപ്പൊ ഇവിടെ അത്യാവശ്യമാണ്. സാറിനെ പോയി കാണണം. നമുക്ക് കാണാം. നീയൊക്കെ കാണിക്കുന്ന ഈ തോന്നിയാസത്തിനെ അമ്മച്ചിയാണ് നീയൊക്കെ മറുപടി പറയുന്നത്. സർക്കാർ പറഞ്ഞാൽ കേൾക്കുമല്ലോ. ഞങ്ങൾ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നിങ്ങളുടെ വികാരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വളരെ ആധികാരികമായി ചിന്തിച്ചു പഠിക്കേണ്ട വിഷയമായത്. വെറുതെ ഞാൻ കയറി എന്നൊരു അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സാറ് ചുമ്മാ ഈ പ്രാവ് പറ്റാലും കാക്ക പറഞ്ഞാലും കോഴി മുട്ടയിട്ടാലും ഒക്കെ ഈ മൈക്കും പിടിച്ച് തുള്ളി തുള്ളി വരെന്ന് പറയുമല്ലോ. അപ്പൊ ഞങ്ങളുടെ കാര്യം വന്നപ്പോ സാറിന് പറയാൻ വയ്യ. നിങ്ങൾക്ക് ജീൻസ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എതിർത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അവന്മാർക്കും ഉണ്ട്. ഞാൻ ഇനി നിങ്ങൾ ജീൻസ് ധരിക്കരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ ജീൻസ് ധരിക്കും, അവന്മാരെ ധരിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? സാർ, സാറിനുള്ള ബഹുമാനം കൊണ്ടും ആദരവും കൊണ്ടും പറയാ, സാറൊരു ഊളന. സോറി സാർ. ഞങ്ങൾ വിചാരിച്ച സാറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രം മൈക്കെടുത്ത് പറയത്തുള്ളൂ. ഇതിപ്പോ എന്തൊക്കെ പ്രശ്നം വന്നാലും സാറിന് അങ്ങും ഇങ്ങും തൊടാൻ നിൽക്കാനൊക്കെ അറിയാം. പാടാ, നമുക്ക് പോവാം. സാറേ, സാറിന്റെ ഒരു പ്രസംഗം നമ്മൾ പ്രതീക്ഷിച്ചു. അതോടെ ഈ കോളേജിലെ എല്ലാ പെമ്പിളേരുടെ സത്വം തിരിച്ചു കിട്ടുമെന്ന്. സത്വമല്ല, സ്വത്വം. സ്വത്വം എന്ത് കുന്താലും നമുക്കിപ്പോ കിട്ടിയില്ലല്ലോ. പാടാ, നമുക്ക് പോവാം. നിങ്ങൾക്ക് ഞാനൊരു പ്രസംഗം ചെയ്താൽ പോരെ? ഞാൻ ഏറ്റു. സ്വാഗതം. സാറേ, ബാവുലിയൻ സാറേ, എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ? വയ്യാഴി വല്ലതും ഉണ്ടോ? വയ്യായികയൊക്കെ ഉണ്ട്, പക്ഷെ ശരീരത്തിനല്ല, മനസ്സിനാ. മനസ്സിനോ? എന്നാ പറ്റി? കാത്തിരിപ്പിൻ വേദന അറിയുന്നു ഞാൻ, പകലും രാവും ഇഴയുന്നു എൻ മുന്നിലൂടെ. എനിക്ക് തോന്നുന്നു സാറിന് മറ്റേ വേദനയാന്ന്. മറ്റേ വേദന? എന്ത് വേദന? ഈ കവികൾക്കും കഥ എഴുതുന്നവർക്കും മാത്രം വരുന്നൊരു തരം വേദനയുണ്ടല്ലോ. ചേടാ, സർഗവേദന. ഇത് അതൊന്നുമില്ല ടീച്ചറെ. ഞാൻ ഒരാളെ കാത്തിരിക്കേ, ഒരാളെ ലീവും കഴിഞ്ഞ് വരുന്നതും കാത്ത്. നമ്മുടെ തൂപ്പുകാരി തങ്കമണിയോ? അങ്കമണിയാ? എന്താ ഭ്രാന്തണ്ട? അവര് ലീവും കഴിഞ്ഞ് നാളെ ഇങ്ങ് വരത്തില്ലേ സാറ്? അല്ല, സാറെന്തിനാ അവരെ കാത്തിരിക്കുന്നേ? എന്റെ പൊന്നു ടീച്ചർ, ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഞാൻ ഇവിടെ ശ്വസമട്ടി ഒന്ന് വിഷമിച്ചോട്ടെ. അതെ, രണ്ടുപേരെയും പ്രിൻസിപ്പൽ തിരക്കുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഓ, വേറെ മാറണം, എനിക്ക് വയ്യ. അതെ കുമാര. എന്താ സാറേ? അതെ, ഈ സംഗീത ടീച്ചർ ലീവ് കഴിഞ്ഞെന്നാ വരുന്നേ? ഒരു പിടിയില്ല സാറേ. എന്ത് ചോദിച്ചാലും ഒരു പിടി. ഇയാൾക്ക് എന്താ പണി കോളേജില്? ആ ടീച്ചറെ. ചേടാ, സംഗീത ടീച്ചർ ലീവ് കഴിഞ്ഞെന്നാ വരുന്നത് ഞാനെങ്ങനെ അറിയുന്നത്? എനിക്ക് തന്നെ വ്യൂണിനോട് പറഞ്ഞിട്ടാണ് ലീവ് എടുക്കുകയും വരികയും ചെയ്യുന്നത്. ഇതെന്ത് കഷ്ടമാണെന്ന് പറഞ്ഞു. എങ്ങനെ ജീവിതം കേട്ടപ്പോൾ ആണുങ്ങളെ സ്വഭാവങ്ങളുമായി. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കേ.
ബാവലെ സാർ ടീച്ചറും വരട്ടെ, കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടാ. സാർ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വുമൻ സൊസൈറ്റി വഴി മൂവ് ചെയ്യേണ്ടി വരും അല്ലേ? അതുമല്ല സാർ, ഞങ്ങൾ ഈ കോളേജിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സേ ധരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ ഹോളിവുഡ് സ്റ്റൈലൊന്നും ഞങ്ങൾ വന്നിട്ടുമില്ല, വരാറുമില്ല. പിന്നെന്താ സാർ? നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഇത് ന്യൂസ് ഒന്നും ആക്കരുത്, കോളേജിന്റെ മാനം പോവും കേട്ടാ. ആക്കൂല. ആ സാർ, ഇരിക്കണം സാർ, ഇരിക്കണം സാർ, ടീച്ചർ ഇരിക്കണം. എന്താ സാറ് വിളിച്ചേ? സാർ ഇരിക്കും, കാര്യങ്ങളൊക്കെ പറയാം. ഇരിക്കും. ഈ ജീൻസ് ഇടുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? എനിക്ക് മുണ്ട ഇഷ്ടം, ഞാൻ സ്ഥിരം മുണ്ടല്ല സാർ. സാറേ, ഈ പെണ്ണുങ്ങൾ ജീൻസ് ഇടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അവരിട്ടോട്ടെ സാർ, അവർ മുണ്ടെടുത്ത് വാങ്ങാൻ പോകാറില്ലേ? ടീച്ചറിന് എന്താണ് അഭിപ്രായം? ഷോ, ഞാൻ ജീൻസ് ഇതുവരെ ഇട്ടിട്ടില്ല സാറേ, എനിക്ക് സാരി തന്നെ മതി. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ടീച്ചറെ, ഈ കോളേജിലെ പെൺകുട്ടികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അല്ല ടീച്ചറിനെ പറ്റിയല്ല. ഓ, ഇവരെയാണോ? ആ, എന്താ സാർ ഇവർക്ക് കുഴപ്പം? ഒരു മാന്യമായിട്ടല്ലേ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ളവർ ചൂസ് ചെയ്യട്ടെ. എനിക്ക് ബാലൻ സാർ ഒരു കാര്യം ചെയ്യും, അവരെ കണ്ട് കാര്യങ്ങൾ പറ. ആരെ കണ്ട്? ഇവിടെ കോളേജിൽ കുറച്ച് പയ്യന്മാരെ ഇവിടെ വന്നിട്ട് പെണ്ണുങ്ങൾ ജീൻസ് ഇടാൻ പാടില്ല, പിന്നെ എന്തോന്ന് ഗിലൻസ്, അത് തന്നെ, അത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നം. മന്ത്രിമാർക്ക് കത്തെഴുതി വന്നു. അത് ശരി. ആ പിള്ളേരെ എനിക്ക് മനസ്സിലായി, നമ്മുടെ മമ്മുവും പൊറിഞ്ചുമൊക്കെ അല്ലേ, രവിയൊക്കെ അല്ലേ? കടുവാക്കൂട്ടോട്ട് തന്നെയാണല്ലോ പറഞ്ഞു വിടണേ. സാർ പേടിക്കാതെ, സാർ ചെല്ലി, ഞാൻ ഇവിടെ ഇരിക്കല്ലേ? അതെ, ഞാൻ ഇരിക്കല്ലേ? ഞാൻ കണ്ടാ പറഞ്ഞ പോലെ കണ്ടില്ലേലും പറയണം. ഇയാള് പുലി കുത്തി വരിക്കുള്ളൂ, ഇയാള് കണ്ടാറും. വന്ന് അവന്മാരുടെ അടുത്ത് മര്യാദക്കൊക്കെ സംസാരിച്ച് അവന്മാർ കേൾക്കും. നല്ല സാഹിത്യമല്ല വളപ്പി അവന്മാർ വലിച്ചൊരു പഞ്ചറൊട്ടിക്കും. പിന്നെ നിങ്ങൾ പോണില്ലേ? തീരുമാനം എടുക്കണം. തീരുമാനം എടുത്ത് അറിയിക്കാന്ന് പറഞ്ഞില്ലേ? നീ എന്താ ഒന്നുകൂടെ തീരുമാനിക്കണം. എല്ലാവർക്കും ഇവിടെ എനിക്ക് പക്ഷാഭേദം ഇതൊന്നുമില്ല കേട്ടാ. ശരി, നന്നായിട്ട് പഠിക്കണം. ജീൻസുകൾ മാത്രമായിട്ട് നടന്നാ പോരാ, പഠിക്കാൻ വേണം. ഇതെല്ലാവർക്കും ഒന്നും ചാരുമില്ല. ഇല്ല സാറേ. എന്ന് വിനയപൂർവ്വം ബാക്ക് ബെഞ്ചസ് ഇത്രയും മാറ്റർ എന്താന്ന് വെച്ചാല്, പിന്നെ ഈ നമ്മുടെ ഈ കോളേജിലെ പെൺകുട്ടികളെ വസ്ത്രധാരണത്തിൽ ഭാഗികമായ ചില മാറ്റങ്ങൾ അനിവാര്യം. ഞാൻ ഭാഗികം ഇത് മാറ്റാൻ വേണം. ബാഹ്യമായ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആധുനിക അല്ലേ? അല്ലല്ല, ഈ ഭാഗമാണ്. ഇത്തരം ആധുനിക രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാകും. ഒന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കോപ്പി, പിന്നെ ഒരെണ്ണം വി സിക്ക്, പിന്നെ ഒരെണ്ണം വിദ്യാഭ്യാസ മന്ത്രിക്ക്. പ്രധാനമന്ത്രിക്ക് ഉണ്ട്, അത് പിന്നെ കൊടുക്കണം. അപ്പൊ എല്ലാത്തിനും കോപ്പി എടുത്തിട്ട് പേരങ്ങ് മാറ്റിയതില്ല. മതി അതിന്റെ റഫ് കോപ്പി വെച്ചേക്കണേ. സാറൊന്ന് പതുങ്ങിയിരിക്കുന്നത് ഒരു കള്ളന്മാരെ പോലെ. പതുങ്ങിയൊന്നും ഇന്നല്ലടാ, നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം സാറേ? നിനക്കൊക്കെ നിർത്തിക്കൂടെ? എന്ത് നിർത്താൻ? ഒരാളെങ്ങനെ വസ്ത്രം ധരിക്കുന്നുള്ളത് ഓരോ പൗരനും പൗരിക്കും അവകാശപ്പെട്ടതാ. പൗരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പൂരിയുടെ കാര്യം ആലോചിച്ചത്. പൂരി എന്നിട്ട് ഒരുപാട് സോറി സാർ പറയണം. അതെ, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. പെൺകുട്ടികളെ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യം അവരുടെ ആവശ്യം. അവർക്ക് അവർ വീട്ടുകാർക്കും ഇല്ലാത്ത ദണ്ണം നിനക്കൊക്കെ എന്താ? അങ്ങനെ പറയരുത് സാറേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറെ കാലേ, എന്ത് ചെയ്താലും അവസാനം എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടും. ഇത് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. സാറേ, ഞങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എന്ത് കാര്യം? സ്ത്രീകൾ ഇത്തരത്തിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. ഒരു റിസർച്ചിൽ അത് പറഞ്ഞിട്ടുണ്ട്. റിസർച്ചിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഉദ്ദേശിച്ചത്? അതുമായി കണക്ട് ചെയ്ത് വരും. പിന്നെ വേറൊരു സംഭവം പറഞ്ഞ നേരത്തെ ഹൈ ഹീലിന്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നട്ടലിനും പിന്നെ ആർത്രൈറ്റിസ് പരമായിട്ടുള്ള ഇനി അടുത്ത സമരം ഞങ്ങളുടെ അതാണ്. സാർ പറയുന്നത് ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത സമരം അതാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വലിയൊരു അസുഖത്തിലേക്ക് അത് വരും, അത് അവർക്ക് വരും. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു അസുഖം കൂടെ ഉണ്ട്.
ആമവാദം, മുട്ടിയഞ്ചാൻ വാദം, സാറ് പറഞ്ഞ വാദം ഒന്നല്ല, പല വാദമാണ്. വാദമാണിത്. ഞങ്ങളിതൊന്നും വെറുതെ വാദിക്കൊന്നുമല്ല സാർ. ഇത് വേറൊരു പ്രത്യേകമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഒരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമേ അല്ല. സമൂഹത്തിന്റെ നന്മ, സമൂഹത്തിന് ഇത് അവരെയൊക്കെ ബോധവൽക്കരിക്കുക തന്നെ. സാർ കാര്യത്തിലോട്ട് വിടാം. ഇത് തകർക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്നുള്ളത് സാറിനോട് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. അപ്പൊ നീയൊന്നും പിന്മാറുന്ന പ്രശ്നമല്ല ചെയ്യുന്നല്ലേ? തൽക്കാലമില്ല. പക്ഷെ സാർ പിന്മാറാത്ത ഒരു കാര്യം എന്ന് അറിയാമോ? ഒരു വിദ്യാർത്ഥി ഈ കുടുംബം നോക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തെ നോക്കണമെന്നാണ് ഒരു മഹാൻ പറഞ്ഞത്. മഹാന്റെ പേര് മഹാൻ. ഏത് മഹാൻ? ഈ മഹാൻ. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാട്ടോ. നീയൊക്കെ ആദ്യം പഠിച്ച് വീട് നന്നാക്ക്, എന്നിട്ട് നാട് നന്നാക്കാനത്. അത് തന്നെ. എന്ത് തന്നെയെന്ന് ചുമ്മാ വെറുതെ കുട്ടികളെ വിളിച്ചിട്ട് കാണാൻ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കുക. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. സാർ ഒരു നല്ല കാര്യം ചെയ്യാൻ സാർ സമ്മതിക്കില്ല. ഇതൊക്കെ എന്ത് നല്ല കാര്യം? കുട്ടികൾ ജീവിച്ചിട്ട് നടന്നോട്ടെ, നിനക്ക് എന്താ പ്രശ്നം? പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ. സാറിനൊരു മകളുണ്ടാവുമ്പോഴേ സാറിനത് മനസ്സിലാവും. സാറിങ്ങനെ കല്യാണം കഴിക്കാതെ സാർ ഇങ്ങനെ നടന്നു ഫീൽ ചെയ്യണ കാര്യങ്ങളൊക്കെ പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്ന കുറെ ചാനലുകാർ ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല സാറേ, ഈ പെൺകുട്ടികളുടെ വസ്ത്രദാനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ നാട്ടിലെ പീഡനം എത്ര കുറയും. എത്ര വലിയ കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ സാറേ. പബ്ലിസിറ്റി തീരെ ഉദ്ദേശിച്ചിട്ടല്ല. നാളെ നമ്മളുടെ ഫോട്ടോ പത്രത്തിൽ വരും. പിന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തിയെന്ന് ചർച്ചയാവുകയാണ്. നമുക്ക് ഫേമസ് ആവണ്ടേ സാറേ? സാറിന് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല അല്ലേ? തൽക്കാലമില്ല. ഞങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ വന്നാലും അവസാനം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടാവും. ഈ കാര്യത്തിൽ ഞങ്ങൾ മാറ്റമില്ല. ഇത് ഞങ്ങളുടെ നിലപാടാണ്. ഒരു കാര്യം ഞാൻ പറയാം. കോളേജിനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത ചാനലിലോ പത്രത്തിലോ വന്നാൽ വിവരം അറിയും. ഇത് മാനേജ്മെന്റ് ഉറച്ച തീരുമാനമോ? പിന്നെ നമ്മൾ എന്തോ ചെയ്യും? സൈക്കിളിൽ മൈക്കും വെച്ച് കെട്ടി കേരളം മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുമോ? സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മാറ്റൂ എന്ന് പറഞ്ഞ്. എന്തായാലും പ്രിൻസിപ്പളിന്റെ അനുവാദം ഒരു കാര്യം നടക്കില്ല. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എടാ ചാനലിൽ വിളിച്ചു പറഞ്ഞ ഇന്റർവ്യൂ എത്ര മണിക്ക് പറഞ്ഞാൽ? 12. പിന്നെ ചാനലിൽ വിളിച്ചു ആരും വിളിച്ചു പറഞ്ഞത്? ഇവിടെ പരിപാടി ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഒരു പണി വാ, പ്രിൻസിപ്പൾ അടുത്തോട്ട് വാ. ഇല്ല അവിടെ പോയി സംസാരിക്കാം. എല്ലാരും പ്രിൻസിപ്പൾ അടുത്ത് വന്നേ പറ്റുള്ളൂ. വാടാ, ഇങ്ങോട്ട് വാടാ. പൊറിഞ്ഞു ഇവിടെ വാ. കളിക്കാൻ നിൽക്കണ കുറെ നേരം എന്നിട്ട് ഒരു വക. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ വിശേഷിച്ചും പെൺകുട്ടികളുടെ വേഷവിധാനത്തെ സംബന്ധിച്ച് ചില അഭിപ്രായ തർക്കങ്ങൾ കോളായങ്കണത്തിൽ നിലനിൽക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സത്യത്തിൽ കേരളീയ ജീവിതത്തിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ അത് പരിചിന്തനം ചെയ്തു നോക്കിയാൽ വൈവിധ്യങ്ങളായ വേഷവിധാനങ്ങളുടെ വളർച്ചയും തകർച്ചയും നമുക്ക് ദർശിക്കാം. മരപുരയിൽ തുടങ്ങി ബർമുഡയിൽ അവസാനിക്കുന്ന ഒരു വേഷ പാരമ്പര്യം നമുക്കുണ്ട്. പ്രവചനാതീതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നമ്മുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വന്നു, അപ്പോൾ നമ്മുടെ വേഷത്തിലും വ്യത്യാസം വന്നു. പക്ഷേ ഇവിടെ ചർച്ചാ വിഷയം പെൺകുട്ടികളുടേതാണ്. ആദ്യം ആലോചിച്ച് നോക്കുക, ആരാണ് പെണ്ണ്? വനിത, മഹിള, സ്ത്രീ. സ്ത്രീ അമ്മയാണ്, സ്ത്രീ ശക്തിയാണ്, സ്ത്രീ അഗ്നിയാണ്. അഗ്നിയായി നീ പടർന്നുയരുന്നു എന്നാണ് കവി പാടിയേക്കുന്നത്. കാരണം ഒരിക്കലും മാറ്റി നിർത്താൻ വയ്യാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് സ്ത്രീ. അവരുടെ തുടക്കക്കാരാണ് പെൺകുട്ടികൾ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ എൻ്റെ രക്തമൻ പെങ്ങൾ നീ എന്നാണ് കവി പാടുന്നത്. അപ്പോൾ അവരുടെ വേഷത്തെക്കുറിച്ച് എന്താണ് ഈ വ്യത്യാസം വരാൻ കാരണം? പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, സ്ത്രീക്ക് എപ്പോഴും ഒരു അടക്കവും ഒതുക്കവും വേണം. അതവരുടെ സംസാരത്തിൽ മാത്രമല്ല, സ്വഭാവത്തിൽ മാത്രമല്ല, വേഷത്തിലും ഉണ്ടായിരിക്കണം. ഒരുമാതിരി മനുഷ്യന് അസ്തിത്വത്തിൻ്റെ തകരാറുണ്ടാക്കുന്ന ആൺകുട്ടികളുടെ തൊലിപ്പുറത്ത് കിരികിരി പുണർത്തുന്ന ചപലാവേശങ്ങൾക്കപ്പുറം മനുഷ്യനെ അവന്റെ അസ്തിത്വത്തിന്റെ മൂല്യതത്വങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്തുന്ന നേരം തറവേഷങ്ങളുമായി പെൺകുട്ടികൾ വരരുത്. കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൃത്യതയാക്കിയ പ്രസംഗി മനുഷ്യന്റെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് അതാത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന വർണ്ണോജ്വലമായ വേഷങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം നമുക്ക് അധികാരമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം ജീവിതത്തിന്റെ വ്യാസം വലുതാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഓരോരുത്തരും ഓരോ വേഷം കണ്ടെത്തുന്നത് കാലത്തിന്റെ അനിവാര്യമാണ്. അവിടെ പൂമ്പാറ്റകളെ പോലെ ഇയാമ്പാറ്റകളെ പോലെ ശക്തമായി വരുന്നവരെ നമ്മൾ ഒരിക്കലും അത് നമ്മുടെ ആവശ്യമാണ്. ആർക്കും എന്തും തിരഞ്ഞെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ ബലം കളിപ്പിക്കാൻ ചെയ്യരുത്. സാറേ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ സ്ഥിതിയാ. കാര്യം എന്ത്? ഇവന്മാര് ചാനലുകാരെ വിളിച്ചു പറഞ്ഞു. എന്തിന്? ജീൻസ് പ്രശ്നം ന്യൂസ് ആകാൻ പോണ്. തന്നെ നീയൊക്കെ ചാനലുകാരെ വിളിച്ചു പറഞ്ഞാ? ഞാൻ ഒരു ചാനലിനെ വിളിച്ചു പറഞ്ഞോളൂ സാർ. അയ്യോ, ഞാനും പറഞ്ഞോ ഒരു ചാനൽ. നീ വിളിച്ചു പറഞ്ഞു. ചാനലുകാരെ കൂടെ എല്ലാം വന്നിട്ട് ഈ കോളേജ് 4 വലിച്ച കീറല് കീറി ഒട്ടിക്കും.
ഇതൊരു ചെറിയ വിഷയമല്ല സാറേ, ഇത് ഇത്ര വല്ലാതെ എടുക്കുന്നതിന്. ആരും പറഞ്ഞു ചെറിയ വിഷയമല്ലെന്ന്. ഗന്ധർവനെ വരെ ആൾക്കാരെല്ലാം കൂടെ ഈ ജീൻസിന്റെ കാര്യത്തിൽ കുടഞ്ഞതാണ്. അത് മാത്രമോ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമായത്. പെൺകുട്ടികൾ വെറുതെ ഇരിക്കും ഇത് കേട്ടാല്. സ്ത്രീ സംഘടനകൾ വെറുതെ ഇരിക്കുമോ? നീ ആരുടെ ചോദിച്ചോടാ ചാനലുകാരെ വിളിച്ചു പറഞ്ഞത്? ഞാൻ പിന്നെ പ്രിൻസിപ്പൾ ആക്കി കസേര ഇരിക്കുന്നതിന് കുട്ടി പോലെ കളിക്കാനാണ്. എടുത്തൊരു വാക്ക് വായിച്ചാ അത് സാറിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ സാറേ. സർപ്രൈസ് അല്ല, സസ്പെൻഷനാണ് എനിക്ക്. സാറേ അവരൊന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് പോട്ടെ സാറേ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കേസ്. ആരുടെ ഇന്റർവ്യൂ സാർ? ഞങ്ങൾ ലെഗിങ്സ് ജീൻസ് ഒന്നും ഒഴിവാക്കത്തില്ല. നിങ്ങൾ പുറത്തിട്ടോണ്ട് നടന്നോ? കോളേജിനകത്തിട്ടല്ലെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. സാർ ഇവന്മാർ ജീൻസ് ഇടുന്നതിനും കുഴപ്പമുണ്ട്. ഞങ്ങൾ ജീൻസിൽ കുഴപ്പം. ഇവരാ ലോ വേസ്റ്റ് എന്നും പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്ന പാന്റ് ഒന്ന് കാണും സാറേ. ഭയങ്കര വൃത്തിയാടാ അവര്. പച്ച കള്ള സാറേ, ഈ കോളേജിൽ ഒരു പയ്യനെ ഈ പറഞ്ഞ പോലത്തെ ജീൻസ് ഇട്ടുകൊണ്ടുവരാം. ആര് പറഞ്ഞു? നിങ്ങളുടെ കൂടെ ഉള്ള ക്ഷീണിത പാന്റ് വലിച്ചു കയറ്റി കിടന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കോളേജിലുള്ള ഏവനെങ്കിലും ഒരുത്തൻ ഈ ലോ വേസ്റ്റ് ഇട്ടുകൊണ്ട് നടന്ന തൊലച്ചായി. ഇനി പറ, നിങ്ങൾ ജീൻസ് ഒഴിവാക്കാൻ തയ്യാറാണോ? തയ്യാറല്ല സാർ. കേട്ടോ എടാ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കിട്ടടേ, നിനക്കൊക്കെ എന്ത്? സാറേ, നമ്മുടെ നാട്ടില് 70% പീഡനം നടക്കുന്നത് വസ്ത്രധാരണത്തിന്റെ പേരിലാണ്. പിന്നെ അല്ലാതെ ഇവരുടെ വസ്ത്രധാരണം ആണുങ്ങളെ പ്രലോഭിപ്പിക്കും. അത് ഒഴിവാക്കിയാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യം കോളേജ്, പിന്നെ കേരളം, പിന്നെ ഇന്ത്യ, പിന്നെ ഓൾ ഇന്ത്യ. പാശ്ചാത്യ വസ്ത്രധാരണം ബഹിഷ്കരിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം മാറേണ്ട നിങ്ങൾ ആണുങ്ങളുടെ വൃത്തികെട്ട ചിന്താഗതിയാ. അയ്യോ എന്റെ സാറേ, ഈ സൈറ കോളേജിൽ വരുമ്പോ എന്തൊരു ഭാവമായിരുന്നു പറയാ. ഇപ്പൊ സ്വഭാവം മാറി. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? അതെ, ഈ കാര്യങ്ങളൊക്കെ സമാധാനപരമായിട്ട് ചർച്ച ചെയ്തിട്ട്. സമാധാനപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് സാർ. നാടിന്റെ നന്മ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോളേജിന്റെ നന്മയാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ആ ചാനലിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറ. ബാലൻസ് ഇല്ല സാർ. നീ വിളിയുടെ ബാറ്ററി ഇല്ല സാർ. രവിയണ്ണ ഫോൺ എടുത്തില്ല. ഇത് രണ്ടും ഉള്ള സ്ഥാനത്തായിരിക്കും. ഹലോ 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 ചാനൽ റേഞ്ച് ഇല്ല സാർ. റേഞ്ചിനടുത്ത് പോയി വിളി. ഹലോ, റേഞ്ചില്ല. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങിയില്ലേ? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വെളിയിൽ കിടന്ന് അടിയിടിയൊന്നും കൂടരുത്. പക്ഷേ എന്നാൽ ഞങ്ങൾ ജീൻസ് ഇടും. സാറേ കണ്ടില്ലേ? ഇല്ല സാർ, ഞങ്ങൾ ജീൻസ് ഇടും. സാർ പറഞ്ഞല്ലേ ഉള്ളൂ. സാർ നമ്മുടെ സമാധാനം സാർ, ഓരോ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് മനുഷ്യന്റെ ആടപ്പളായി. സാറേ, ഈ ബാവുലയൻ സാറിന് ഏതാണ്ട് പ്രശ്നമുണ്ട്. എപ്പോ നോക്കിയാലും ചിന്തയില്ല. എന്തോ ചിന്ത? സംഗീത ടീച്ചറിന്റെ ലീവാ പ്രശ്നം. ആവശ്യമില്ലാത്ത കാര്യത്തിനാണുള്ള. എന്തോന്ന് സാറേ ഇത്? മര്യാദയ്ക്ക് ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരി. അവരടുത്ത മാസം ലീവ് കഴിയുമ്പോൾ എനിക്ക് എത്തും. സമയത്ത് കല്യാണം കഴിക്കില്ല, വെറുതെ ആൾക്കാരെ കൊണ്ടല്ലോ പറയിപ്പിക്കാൻ. സാറേ അത് വിട്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. പിള്ളേർ പുറത്ത് വെക്കാൻ അവർ പുതിയ ആവശ്യഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് അത് പരിഹരിക്കും. ചാലാലുകളെത്തും. അല്ല, ഞാൻ ആലോചിച്ചിട്ട് പിള്ളേർ പറഞ്ഞാലും കാര്യമില്ലേ? എന്ത് കാര്യം? കാര്യമുണ്ട് സാർ. ഈ ചാനലിനെ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാ? ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞു. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവർ പെട്ടെന്ന് വന്നോളാന്ന് പറഞ്ഞു. എന്തിനും ഇങ്ങോട്ട് പറഞ്ഞത്? ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. സാർ, പ്രശ്നം സോൾവ് ആയില്ലേ വിളിക്കാലോ. പ്രശ്നം സോൾവ് ആക്കാൻ നമ്മളിവിടെ ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. നീ ആദ്യം ഒരു വെളിയിറങ്ങിയില്ല. ഇപ്പോ അല്ലേ? ഫോണിങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാം. എന്താണ് ഇത്? ആനപ്പുറത്ത് തിളമ്പായിരുന്ന അങ്ങനെ തോന്നിയ ഇതൊരുമാതിരി കുന്തപ്പുറത്തിരിക്കണോ? കുതിരപ്പുറത്തല്ലേ ഇരിക്കുന്നത്? അതാണ് കുന്തം. കാര്യങ്ങള് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിണ്ട്. നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവും. പിന്നെ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുള്ളൂ. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. പ്രിൻസിപ്പൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീർച്ചയായും സംശയമാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. എന്ത് കൊള്ളാം? എല്ലാത്തിനും ജീൻസ് ഈ ഹീലും കൂടെ മാറ്റുമ്പോ ഇവിടെ കട്ടപ്പുറം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള ഒരേ ഒരു കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കുട്ടിയാണ് കേട്ടാ. പരന്ന ചെരുപ്പ്, ഹീലില്ല, ജീൻസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങും. എല്ലാം നമുക്ക് അനുകൂലം തന്നെ. നിങ്ങൾക്ക് അനുകൂലമൊന്നുമല്ല, ഞങ്ങൾക്ക് അനുകൂലം. അതെ, ഊളന്മാർ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ എല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത്. എന്ത് തീരുമാനം സാർ? അല്ല, നിങ്ങൾ ആരെയും പക്ഷം പിടിക്കാനോ വേദനിപ്പിക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല.
മറ്റുള്ള കോളേജ് മാതൃകയാവാനും അതുവഴി നിങ്ങളുടെ കോളേജിന്റെ യശസ് ഉയർത്താനുമാണ് ആ തീരുമാനം. തീരുമാനം പറയൂ സർ. മാതൃകാപരമായ വസ്ത്രധാരണം, അതായത് നിങ്ങളുടെ സന്തത സഹചാരിയായ ജീൻസും ലെഗിൻസും ഉപേക്ഷിക്കുന്നു. ഇതെന്റെ തീരുമാനമാണ്, അത് അന്തിമമായിരിക്കും. ഹലോ, സാറ് പറഞ്ഞ കേട്ടില്ലേ? പ്രിൻസിപ്പളുടെ തീരുമാനമാണ് ഈ കോളേജിന്റെ അന്തിമ തീരുമാനം. സാറെന്താ ഇവന്മാരെയൊക്കെ പേടിക്കുന്നത്? ഞങ്ങൾ എന്താ സ്ത്രീകൾക്ക് ഇവിടെ ഒരു പരിഗണനയില്ലേ? ടീച്ചർ പറഞ്ഞിട്ടാണോ ഈ തീരുമാനം? യവന്മാരല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നു. ചാനലുകാരെ വിളിച്ചോർത്തി ഇവിടെ ആ കാര്യം പാക്കും. സാർ കഷ്ടമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിടണ്ടേ സാർ? നമുക്ക് ചുരിദാറൊന്നുമില്ല, നമുക്ക് ജീൻസ് ടോപ്പേ ഉള്ളൂ. നാളെ തൊട്ട് ഈ കോളേജിൽ ഒരൊറ്റ എണ്ണം ലെഗിൻസും ജീൻസും ഇട്ടോണ്ട് വരരുത്. കാമ്പൗണ്ടിൽ കണ്ടുവരരുത്. ശരി സാർ, ശരി ശരി ശരി. സാറിന്റെ ഈ തീരുമാനം ഞങ്ങൾ ശിരസാ വഹിച്ചിരിക്കുന്നു. ഇനി മുതൽ ഞങ്ങൾ ഗേൾസ് ഈ കോളേജിൽ ലെഗിങ്സോ ജീൻസോ ഉപയോഗിക്കത്തില്ല. സാറിന്റെ ഈ കോളേജിന്റെ യശസ് ഉയർന്നു നിൽക്കട്ടെ. മറ്റുള്ള കോളേജുകൾക്ക് ഞങ്ങളൊരു മാതൃകയായിരിക്കും സാർ. സാറിന്റെ ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സാർ. വാ വാ വാ. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് 1000 അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. വിജയിച്ചേ, 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 വിജയിച്ചേ. ഞങ്ങളുടെ വാദം വിജയിച്ചേ, ഞങ്ങളുടെ വാദം വിജയിച്ചേ. പിള്ളേരെ കണ്ട, പെൺകുട്ടികളെ കണ്ട, എന്ത് നല്ല വിനയം, അനുസരണ, ബഹുമാനം. കണ്ടുപടി. ഞങ്ങളുടെ വാദം വിജയിച്ചേ, ഞങ്ങളുടെ വാദം വിജയിച്ചേ. സാർ എന്താ സാർ ഇവര് പഠിക്കാൻ വന്നാണോ അത് തൊഴിലുറപ്പിന്റെ പണിക്ക് വന്നാണോ? കോളേജിന്റെ മാനം കളഞ്ഞില്ലേ സാർ? ഇനി മുതൽ ഞങ്ങൾ ഈ പരമ്പരാഗത വേഷത്തിലായിരിക്കും വരുന്നത്. നമുക്ക് കോളേജിന്റെ യശസ് ഉയർത്തണ്ടേ സാർ? അങ്ങനെ ഉയർത്തണ്ട, തൃപ്തിയായില്ല. എമിലി, എമിലി ഈ വേഷത്തിൽ കാണാൻ നല്ല രസം. അപ്പൊ ഞങ്ങൾ ഇനി ക്ലാസ്സിലോട്ട് പൊക്കോട്ടെ സാർ? ക്ലാസ്സിലൊന്നും കയറണ്ട. മേലായി അനുകൂലത്ത് വേഷോട്ടുള്ള കോളേജിന്റെ കാമ്പൗണ്ടിൽ കണ്ട. സാർ ഞങ്ങൾക്ക് ഇനി ജീൻസ് ഇടാവോ സാർ? ഇടാം. അപ്പൊ ഉറപ്പാണല്ലോ ഇടാന്ന്? 100% ഉറപ്പ്.